as well as the devotees of Pallipur. ഇനി നമുക്ക് സ്വാഗതം പറയേണ്ടത് ഷെരീഫ് സാറിനെയാണ്. ഷെരീഫ് സാർ നമ്മളോടൊപ്പം ഉള്ള ആളാണ്. പക്ഷേ നമ്മളെക്കാളൊക്കെ കൃത്യമായി ആശ്രമത്തിലെത്തുന്ന ഒരാളാണ് ഷെരീഫ് സാർ. അതാണ് ഒരു പ്രത്യേകത. ഞാനത് പറ്റി പറയുന്നതല്ല. സാറ് പത്തനംതിട്ട ഉണ്ട് എങ്കിൽ വ്യാഴാഴ്ച ദിവസം അദ്ദേഹം ഇവിടെ വന്നിരിക്കും. ഇവിടെ ആരുമില്ല എന്നാലും വരും. ഇതിവിടെ ആരെങ്കിലും അടുക്കളയിലുള്ള ആൾ മാത്രമേ ഉള്ളെങ്കിൽ സാർ ഇവിടെ വരും. സാർ ഒരിക്കലും സാറിന് സ്വയം തോന്നിയിട്ടില്ല സാർ എന്തിനാണെന്ന്. നമുക്കാണ് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു. സാറ് വരും, ഇവിടെ ഇരിക്കും, കുറച്ച് നേരം ഇവിടെ ഇരിക്കും. രാംദേവ് ആരെങ്കിലും വരികയാണെങ്കിൽ സംസാരിക്കും. സാറ് എന്നൊരു ചായ വേണമെന്ന് പറയും, കുടിക്കും. അത് കഴിഞ്ഞ് സാറെ പോകും. ഞാനിവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കുറച്ചധികം സമയം ഇരിക്കാറുണ്ട്, 1 മണിക്കൂർ അതിൽ കൂടുതലേ ഇരിക്കാറുണ്ട്. പക്ഷെ ഷെരീഫ് സാർ, if he is in Pathanamthitta, Sharif sir, if he is in Pathanamthitta, weekly once certainly you visit. Very well, our devotees are not coming like that. He is very particular, and he comes here, and he will, even if I am not here also, he will sit for half an hour, take a tea and go. From here we will sit and talk, sometimes 1 hour or maybe more also, like that. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ വരേണ്ടവരാണ്. ആശ്രമത്തിൽ ഒരു ഫംഗ്ഷൻ വെക്കുമ്പോൾ മാത്രമല്ല ആശ്രമത്തിൽ വരുന്നത്. എപ്പോൾ നോക്കിയാലും ആരെങ്കിലും ഒക്കെ 2 or 3 പേര് ആശ്രമത്തിൽ ഉണ്ടാവണം എന്ന് പോകുന്നത്. അതാണ് സത്സംഗം. നമ്മളുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞു പോയ ഒരു കാര്യവും നമ്മൾ ഏറ്റവും വേഗം ഒഴിവാക്കാൻ നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആധ്യാത്മികത. പക്ഷെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യവും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ ഒരു കാര്യവുമാണ് ഈ ആധ്യാത്മികത. പക്ഷെ അത് നമുക്ക് എത്രയും വേഗം അത് ഒഴിവാക്കാൻ നോക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ആകരുത്. എന്തായാലും നമ്മളുടെ എല്ലാ അനുഗ്രഹമാണ്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പത്തനംതിട്ട സെന്റർ. എത്രയോ ആശ്രമങ്ങൾ, കോടികൾ ആസ്തിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ആശ്രമങ്ങൾ രാമകൃഷ്ണ മിഷൻ എടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ ഇത് ഏറ്റെടുത്ത് ഉടനെ തന്നെ സബ് സെന്ററായിട്ട് ഡിക്ലെയർ ചെയ്ത് 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ അത് സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെന്ററാക്കി മാറ്റുകയും ചെയ്യും. പിന്നെ ഈ സെന്റർ നമുക്കൂടെ ഡെവലപ്പ് ചെയ്യണം. രാമകൃഷ്ണ മിഷന്റെ മറ്റ് ആശ്രമങ്ങളോടൊപ്പം കിടപിടിക്കുന്ന ഒരു സെന്ററാവും. അതിന് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിലേ അത് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങളിവിടെ ഉണ്ടായാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ വഴിക്ക് നടന്നോളൂ. വേറെ പല കാര്യങ്ങളും പറയണമെന്ന് മനസ്സിലുണ്ട്, അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇന്ന് ഈ ഒരു മീറ്റിങ്ങിന് പ്രത്യേകിച്ചും തിരുവല്ലയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷെരീഫ് സാർ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി കൃത്യമായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് സാറിനും സ്വാഗതം പറഞ്ഞുകൊണ്ടും സ്വാമിജിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഒപ്പം ഇവിടെ വന്നിരിക്കുന്ന മറ്റ് സ്വാമിമാർ, തിരുവനന്തപുരം ആശ്രമത്തിൻ്റെ മഠാധിപതിയായ മോക്ഷപ്രധാൻ സ്വാമി, അതുപോലെ തിരുവല്ല ആശ്രമത്തിൻ്റെ മഠാധിപതിയും മുൻ നമ്മുടെ വല്യക്കോട് ആശ്രമത്തിൻ്റെ മഠാധിപതിയായ നിർവിണ്ണൻ സ്വാമി, അതുപോലെ തന്നെ കൊച്ചി ആശ്രമത്തിൻ്റെ മഠാധിപതിയായ ഭുവനാത്മാൻ സ്വാമി, ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ടും മറ്റ് സന്യാസിമാർ, ബ്രഹ്മചാരിമാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമിജിയുടെ ആശീർവാദ വചനങ്ങൾ കേൾക്കാനായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്വാഗതശേഷം എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞ് പിരിയാവൂ എന്നൊരു അഭ്യർത്ഥനയും വെച്ചുകൊണ്ട് ഞാൻ സ്വാമിജിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്വാമിജിയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പം സ്വാമിജിയുടെ പ്രഭാഷണത്തിന് ശേഷം നമുക്ക് ഈ സന്യാസിമാരുടെ പാദ നമസ്കാരം ചെയ്യുക എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ കേരളത്തിൽ അങ്ങനെ കാണാറില്ല. ഈ പ്രഭാഷണത്തിന് ശേഷം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് സ്വാമിജിക്ക് പാദ നമസ്കാരം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. I request Maharaj to have few words as well as your blessings to our